ഭക്തർക്കായിട്ടുള്ള ഇന്നത്തെ മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ സന്ദേശം പൂർണ്ണമായും കാണുക. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചാലും വീണ്ടും ചിന്തകൾ ആ വ്യക്തിയിൽ തന്നെ എത്തി നിൽക്കുന്നു. മനസ്സ് എപ്പോഴും ആ വ്യക്തിക്കു വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നു ചേരും എന്നാണ് ഭഗവാൻ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. ആ വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ആ വ്യക്തി അയാളുടെ സ്വഭാവത്തിലെ വൈകല്യമെല്ലാം പരിഹരിച്ചായിരിക്കും നിങ്ങളിലേക്ക് വീണ്ടും വന്നെത്തിച്ചേരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട മാറ്റങ്ങളുമായിട്ട് തന്നെയായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരുന്നതെന്ന് മഹാദേവൻ അറിയിക്കുന്നു. നല്ല മാറ്റത്തോടെ ആ വ്യക്തി തിരിച്ചു വന്നാൽ തീർച്ചയായും നിങ്ങൾ അയാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കും. മറ്റ് ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടത് മൂലമോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യമോ ആകാം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച ഉണ്ടായത്. എന്നാൽ മഹാദേവൻ ഈ സന്ദേശത്തിലൂടെ ഇങ്ങനെ പറയുന്നു: എല്ലാ തടസ്സങ്ങളും നീങ്ങി ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. ആ ഒരു വ്യക്തി മറ്റാരാലോ പ്രകോപിതനായി ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ സഞ്ചരിക്കുകയായിരുന്നു. എവിടെയും ആ വ്യക്തിക്ക് സന്തോഷമോ സമാധാനമോ ലഭിച്ചില്ല. നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന ഒരു കുറ്റബോധം ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ലായിരിക്കും. എങ്കിലും നിങ്ങൾ ഒരുപാട് അയാളെ സ്നേഹിക്കുന്നു. മനസ്സ് എപ്പോഴും ആ വ്യക്തിയിൽ തന്നെ ചെന്നെത്തി നിൽക്കുന്നു. നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചെത്തണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ തന്നെയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തിക്ക് കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മഹാദേവ സന്ദേശത്തിലൂടെ മനസ്സിലാവുന്നു. അതിനാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ, പ്രാർത്ഥന പോലെ, നിങ്ങൾ ആഗ്രഹിച്ച മാറ്റത്തോടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ.